പത്തരമാറ്റിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യ സത്യങ്ങളെല്ലാം അറിയുകയാണ്. നവ്യയ്ക്ക് അഭിയിൽ നിന്ന് ഡിവോഴ്സ് വേണം. അതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നവ്യ. അങ്ങനെ നവ്യ നന്ദാവനത്തിൽ പോകുന്നുണ്ട്. ഇനിയൊരിക്കലും അഭിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നവ്യ തുറന്നു തന്നെ പറയുന്നുണ്ട്. അത് കേട്ട് കനക പറയുന്നുണ്ട്, ഇല്ല മോളെ, ഒരിക്കലും അഭിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇനി ഞങ്ങൾ നിർബന്ധിക്കില്ല. ഇനി എന്ത് വിശ്വസിച്ച് മോൾ അവൻ്റെ കൂടെ ജീവിക്കും? അത്രയും വലിയ ചതിയാനല്ലേ അവൻ. അഭിയുടെ കള്ളത്തരങ്ങളെല്ലാം നിങ്ങളെല്ലാവരും വളരെ നേരത്തെ തന്നെ അറിഞ്ഞതല്ലേ. എന്നിട്ട് എല്ലാവരും എന്നിൽ നിന്ന് അത് മറച്ചു വെച്ചു. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ ചതിക്കുകയായിരുന്നില്ലേ? അത് കേട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ, നിനക്കറിയാഞ്ഞിട്ടാണ് ഞങ്ങൾ ഇക്കാര്യം മോളിൽ നിന്ന് മറച്ചു വെച്ചത്. മോളെ ജീവിതം നശിക്കരുതെന്ന് കരുതിയാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്ന് നീ അറിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് എല്ലാവർക്കും വലിയ പേടിയുണ്ടായിരുന്നു. അഭിയാണ് ചന്തുമോളുടെ അച്ഛനെന്ന് അവനറിഞ്ഞാൽ പിന്നെ ചന്തുമോളുടെ ജീവിതം ആപത്താണ്. അവൻ ചന്തുമോളെ എങ്ങനെയെങ്കിലും അപായപ്പെടുത്തും. അനഘയെ വരെ കൊല്ലാൻ ശ്രമിച്ചവനാണവൻ. അത് കേട്ട് നവ്യ പറയുന്നുണ്ട്, അവൻ ആരെയും വെറുതെ വിടില്ല. അവനും അവൻ്റെ അമ്മയുമെല്ലാം അങ്ങനെ ഓരോ ജന്മങ്ങളാണ്. ഇനി അനന്തപുരിയിലെ സ്വത്തോ പണമോ ഒന്നും എനിക്ക് വേണ്ട. ആ ദുഷ്ടൻ്റെ കൂടെ ജീവിക്കുന്നത് അപകടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇനി അവൻ്റെ കൂടെ ഒരു ജീവിതമില്ല എന്ന് ദേഷ്യത്തോടു കൂടി നവ്യ പറയുന്നുണ്ട്. അത് കേട്ട് കനക പറയുന്നുണ്ട്, മോളെടുത്തത് നല്ല തീരുമാനം തന്നെയാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നുമുണ്ട്. എന്നാൽ ആ അഭിയായിരിക്കും പുറത്തു പോകുന്നത്. മോൾക്ക് അനന്തപുരി ജീവിക്കാൻ പറ്റും. അനന്തപുരിയിൽ ആരും തന്നെ അഭിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അവനായിരിക്കും പുറത്തു പോകുന്നത് എന്ന് കനക പറയുന്നുണ്ട്. നിന്റെ കുഞ്ഞിന് അനന്തപുരിയിൽ ഒരു അവകാശമുണ്ട്. അതുകൊണ്ട് നീയും കുഞ്ഞും അനന്തപുരിയിൽ തന്നെ ജീവിക്കണം എന്ന് കനക പറയുകയാണ്. ഞാനിവിടെ വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. എനിക്കിനി അനന്തപുരിയിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. നവ്യ അനന്തപുരിയിൽ പോയെന്നറിഞ്ഞ് ആദർശം നയനെ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ നയനെ പറയുന്നുണ്ട്, ചേച്ചി എന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ചേച്ചിക്ക് കുഞ്ഞിന് അവിടെ ഒരു അവകാശമുണ്ട്. ചേച്ചി പോകരുതെന്ന് കരുതിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഞാനും ആദർശേട്ടന് എന്തെല്ലാം പഴികൾ കേട്ടു. എന്നിട്ടും ചേച്ചിയുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് കരുതി ഞങ്ങൾ അതെല്ലാം സഹിക്കുകയായിരുന്നു. അത് കേട്ട് നവ്യ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ എന്നെ ഇങ്ങനെ പറയുന്നത്? ഒരു ചതിയനായ ഭർത്താവിൻ്റെ കൂടെയാണോ ഞാൻ ജീവിക്കേണ്ടത്? അവിടെ എന്ത് സുരക്ഷിതത്വമാണ് എനിക്കുള്ളത് എന്ന് നവ്യ ചോദിക്കുന്നുണ്ട്. ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. അഭിയിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കണം. ആദർശം ഞാനും തിരിച്ചു വിളിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നവ്യയാണെങ്കിൽ തിരിച്ചു പോകാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ നവ്യ പറയുന്നുണ്ട്, ഞായനെ, നിനക്ക് പോകാം. ഇനി എൻ്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കട്ടെ. ഇത്രയും കാലം നിങ്ങളെല്ലാവരും കൂടിയല്ലേ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ഞായനെ ആദർശ വിഷമത്തോടു കൂടി തിരിച്ചു പോവുകയാണ്. നവ്യയാണെങ്കിൽ നന്ദാവനത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നവ്യ ഒരു വക്കീലിനെ കാണുകയാണ്. അങ്ങനെ ഡിവോഴ്സിന്റെ കാര്യങ്ങളെല്ലാം നവ്യ സംസാരിക്കുന്നുണ്ട്. അനന്തപുരി സ്വത്തിന്റെ അവകാശം തനിക്ക് കിട്ടണമെന്ന് നവ്യ കണ്ടീഷൻ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസ് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അങ്ങനെ ഡിവോഴ്സ് അഭി കൈപ്പറ്റുകയാണ്. അങ്ങനെ അഭി അകത്തേക്ക് ചെന്ന് ആ നോട്ടീസ് വായിക്കുന്നുണ്ട്. അവളുടെ ഒരു നോട്ടീസ് ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചതാണ്. അവൾ എന്തായാലും പോയത് നന്നായി. ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. നിന്റെ അനിയത്തി ഉടനെ തന്നെ ഇങ്ങോട്ട് വരും. അവളെ വിവാഹം കഴിപ്പിച്ചതിന് ശേഷം നിന്നെ നല്ലൊരു കോടീശ്വരിയെ കൊണ്ട് തന്നെ കെട്ടിക്കും. പെൺകുട്ടികളെ വളയ്ക്കാൻ നിനക്ക് പ്രയാസമൊന്നുമുള്ള കാര്യമല്ലല്ലോ എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അതിന് എനിക്ക് പണമില്ലല്ലോ, പണമില്ലാത്ത എനിക്ക് എങ്ങനെ കോടീശ്വരിയെ കെട്ടാൻ കഴിയും എന്നൊക്കെ അഭി പറയുന്ന സമയത്ത്, നീ അനന്തപുരിയിലെ കൊച്ചുമകനല്ലേ, അതുകൊണ്ട് തന്നെ ഏത് കോടീശ്വരിയെ നിനക്ക് കെട്ടാൻ പറ്റും. എന്തായാലും പെട്ടെന്ന് അവളെ ഒഴിഞ്ഞു പോയത് നന്നായി. എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ നടക്കണം, അവളെ ഒഴിവാക്കണം എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അതൊക്കെ അമ്മ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അവൾ വെച്ച കണ്ടീഷൻ എന്താണെന്ന് അമ്മയ്ക്ക് അറിയുമോ? എനിക്ക് അമ്മയ്ക്ക് കിട്ടേണ്ട സ്വത്തിൻ്റെ പൂർണ്ണ അവകാശം അവൾക്ക് കിട്ടണം എന്ന് വച്ചാൽ എനിക്ക് അമ്മയ്ക്കും സ്വത്തിൻ്റെ ഒരു അവകാശം ഉണ്ടാകില്ല എന്നർത്ഥം. അത് കേട്ട് ജലജയാണെങ്കിൽ ആകെ കണ്ണു തള്ളി പോകുന്നുണ്ട്. നീ എന്താണ് പറഞ്ഞത്? നമ്മുടെ സ്വത്തിൻ്റെ വീതം അവൾക്ക് അവളുടെ കുഞ്ഞിന് വേണമെന്നോ? അങ്ങനെ ജലജ പറയുന്നുണ്ട്, അതൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. അവൾക്ക് എന്തായാലും സ്വത്തിൻ്റെ പാതി കൊടുക്കാൻ പറ്റില്ല. എന്തായാലും അവൾക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. മുത്തശ്ശൻ എന്തായാലും നമുക്ക് അനുകൂലമായ തീരുമാനമെടുക്കില്ല. സ്വത്തിൻ്റെ പാതി എന്തായാലും മുത്തശ്ശൻ അവൾക്ക് കൊടുക്കും. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സങ്കടത്തോടു കൂടി അഭി പറയുന്നുണ്ട്. അങ്ങനെ ഡിവോഴ്സ് നോട്ടീസിൻ്റെ കാര്യം മുത്തശ്ശനോട് ജലജ പറയുന്നുണ്ട്. അത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. ചതിയനായ നിന്റെ മകൻ്റെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. അച്ഛാ, ഞങ്ങളുടെ സ്വത്തിൻ്റെ പാതി അവൾക്ക് വേണമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെ ശരിയാകും? അതൊരിക്കലും എനിക്ക് സമ്മതിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നൊക്കെ ജലജ പറയുമ്പോൾ, നവ്യ അഭി ഡിവോഴ്സ് ആവുകയാണെങ്കിൽ അഭിയുടെ സ്വത്ത് അവൾക്ക് കൊടുക്കും.
എന്നിട്ട് നവ്യ മോൾ ഒറ്റയ്ക്കൊരു വീടെടുത്ത് താമസിക്കട്ടെ. നിങ്ങളെപ്പോലെ ചതിയന്മാരുടെ അടുത്ത് നിന്ന് നവ്യയും കുഞ്ഞും രക്ഷപ്പെടണം. നവ്യ മോളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് മോൾക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത്. അങ്ങനെ അബി ജലജി സങ്കടത്തോടു കൂടി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജലജി അബിയോട് പറയുന്നുണ്ട്, മോൻ എന്തായാലും നവ്യയെ ഒന്ന് പോയി കാണണം. ഡിവോഴ്സിൽ നിന്ന് പിന്മാറാൻ പറയണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാകില്ല. നവ്യ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തൊരു തെറ്റാണത്. എന്നാൽ നിന്നെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടേ ഇല്ല. നിൻ്റെയും കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നീ എൻ്റെ കൂടെ അനന്തപുരിയിലേക്ക് വരണം. നമുക്ക് പഴയതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. നിൻ്റെ ഫാഷൻ ഷോയ്ക്ക് എല്ലാ സപ്പോർട്ടുമായി ഞാനും അമ്മയും കൂടെ ഉണ്ടാകും. നീ എന്തായാലും എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട് അബി. നവ്യയ്ക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാനാകാതെ അബിയുടെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അബി, ഇനി നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയില്ല. അനന്തപുരി സ്വത്തിൻ്റെ അവകാശം നിനക്ക് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴല്ലേ നീ എൻ്റെ അടുത്തേക്ക് ഇങ്ങനൊരു അടവുമായി വന്നത്. എടാ, നിൻ്റെ അമ്മയല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഇനി എന്തായാലും നിൻ്റെ അടവുകളൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോവുകയാണ് നവ്യ.